ആലപ്പുഴ കിടങ്ങറ കണ്ണാടി റോഡിലെ KC പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകിയവർ വലിയ പ്രതിഷേധത്തിലാണ്. വസ്തുവിന്റെ വില നിർണ്ണയത്തിൽ വന്ന പിഴവുകൾ മൂലം ഉടമകൾക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. നിർമ്മാണ വേളയിൽ മാറി താമസിക്കേണ്ടി വരുന്ന കുടുംബങ്ങളെ അവരുടെ പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ആലപ്പുഴ ചെങ്ങനാശ്ശേരി ദേശീയ ജലപാതയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ ഉയരക്കുറവ് മൂലം പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. മഴക്കാലത്തൊഴുകിയെത്തുന്ന മരക്കൂട്ടങ്ങളും മാലിന്യങ്ങളും പാലത്തിനടിയിൽ അടിഞ്ഞുകൂടുന്നതോടെ ജലഗതാഗതം താറുമാറാകുന്നതും പതിവായിരുന്നു. പ്രദേശവാസികളുടെയും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നിരന്തരമായ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പാലം ഉയർത്തി പുനർനിർമ്മിക്കാൻ തീരുമാനമായത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 27 കുടുംബങ്ങളുടെ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. കൂടാതെ കിടങ്ങറപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭാഗവും ഏറ്റെടുത്തിട്ടുണ്ട്. 25 കുടുംബങ്ങളുടെ സ്ഥലങ്ങൾ 100 വർഷത്തിനു മുകളിൽ പഴക്കമുള്ളതാണെങ്കിലും ഇവയെല്ലാം വെളിയനാട് വില്ലേജിലെ രേഖകളിൽ നിലമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമൂലം വില നിർണ്ണയം നടത്തിയപ്പോൾ അർഹമായ നഷ്ടപരിഹാരം ഇവർക്ക് ലഭിച്ചില്ലെന്നാണ് ആരോപണം. നിങ്ങൾക്ക് അർഹതപ്പെട്ട അത് നഷ്ടപരിഹാരം തരും എന്നും പറഞ്ഞ ഉറപ്പോടുകൂടിയാണ് ഞങ്ങളോട് ഇവർ വാക്ക് പറഞ്ഞ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പൈസ വളരെ തീരെ കുറവെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 100 വർഷങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഞങ്ങളുടേത്. ആ സ്ഥലം പോലും ഇപ്പോൾ അവർ പറയുന്നത് നിലവായിട്ടാണ് കിടക്കുന്ന, നിലത്തിൻ്റെ വെച്ചേ തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വളരെ തുച്ഛമായ തുകയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പോയ ഒരു നഷ്ടങ്ങളും ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ. സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ള നഷ്ടപരിഹാര തുക വെച്ച് വീട് പുതുക്കിപ്പണിയുന്നതിനോ ജീവനോപാധികൾ വീണ്ടെടുക്കുന്നതിനോ സാധിക്കില്ലെന്ന് ഇവർ പറയുന്നു. നിലം പുരയിടമാക്കി മാറ്റാമെന്ന ഉറപ്പ് അധികാരികൾ പാലിച്ചില്ലെന്നും തങ്ങൾ പൂർണ്ണമായും വഞ്ചിക്കപ്പെട്ടു എന്നുമാണ് ഇവരുടെ ആരോപണം. പഞ്ചായത്തിൽ വർഷങ്ങളായിട്ട് കരം അടയ്ക്കുന്നുണ്ട്, ഭൂമിക്ക് കരം അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അത് വന്നപ്പോൾ നിലവായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞങ്ങൾക്കല്ലാതെ അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഭൂമിയാക്കി തരാൻ, തരംതിരിക്കാൻ ഞങ്ങൾക്ക് എത്രയും വേഗം നടപടി ചെയ്യാം, നിങ്ങളുടെ എല്ലാ വീട്ടുകാർക്കും ചെയ്യാമെന്നുള്ള ഇതാണ് ഞങ്ങളോട് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് പ്രാവർത്തികമായിട്ട് വന്നിട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഫില്ലർ പോയി കഴിഞ്ഞാൽ, ഈ കുട്ടനാട്ടിൽ എന്ത് കഷ്ടപ്പെട്ട ഒരു വീട് വെക്കുന്നത്, ഈ വീടിൻ്റെ ഒരു ഫില്ലർ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ മൊത്തം ബാധിക്കുന്നതാണ്. പാലം നിർമ്മാണം ആരംഭിക്കുമ്പോൾ ഇവിടെ താമസിക്കാനാവില്ലെന്നും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മാണ വേളയിൽ മാറി താമസിക്കാൻ സൗകര്യമൊരുക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസിയായ തോമസ് കുട്ടി ജേക്കബ് നൽകിയ അപേക്ഷയിലും തീരുമാനമായിട്ടില്ല. വെളിയനാട് പഞ്ചായത്ത് 9-ാം വാർഡിൽ 10 കുടുംബങ്ങളുടെ സ്ഥലമാണ് ഏറ്റെടുത്തിട്ടുള്ളതെന്നും ഇവയെല്ലാം നിലമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും വാർഡ് മെമ്പർ സിന്ധു സൂരജും പറയുന്നു. അപ്പം പഞ്ചായത്ത് തലത്തിലാണെങ്കിലും പുരയിടമല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുക്കാൻ പഞ്ചായത്തിന് അനുമതി കൊടുക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ 27 പേര് 25 പേർക്കേ ഉള്ളൂ പേരും നിലവായിട്ടാണ് അവരുടെ വസ്തു ഇപ്പോഴും കിടക്കുന്നത്. അതനുസരിച്ച് 27 കുടുംബങ്ങളും 25 കുടുംബങ്ങളും അത് തരം മാറ്റി തരണമെന്ന് പറഞ്ഞു വേണ്ടപ്പെട്ട MLAയ്ക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും കളക്ടർക്കും നിവേദനം കൊടുത്തിട്ടുള്ള. ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് അതിൻ്റെ ന്യായമായ വില കിട്ടണമെങ്കിൽ പുരയിടത്തിൻ്റെ വിലയാണ് കിട്ടേണ്ടത്. പക്ഷേ ഇപ്പോഴും നിലമായിട്ടാണ് അവർക്ക് അതിൻ്റെ തുക ലഭിച്ചിരിക്കുന്നുള്ളത് കൊണ്ടാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. 2023 പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന സാമൂഹിക പ്രത്യാഘാത വിലയിരുത്തൽ യോഗത്തിൽ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിരുന്നതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രിക്കും കുട്ടനാട് MLAയ്ക്കും ആലപ്പുഴ ജില്ലാ കളക്ടർക്കും നിവേദനവും സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല എന്നും അർഹമായ നഷ്ടപരിഹാരം നൽകാൻ ഇനിയെങ്കിലും തയ്യാറാകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.